ഹേ ഗായ്സ്, ഐ ആം നിഖിൽ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഡിസൈനിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ മലയാളം ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചും നല്ല ഫീഡ്ബാക്സും ഒക്കെ കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്യാൻവ എന്ന് പറഞ്ഞൊരു ഡിസൈനിങ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. ക്യാൻവ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്, ഒരു വെബ്സൈറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് മൊബൈൽ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ആ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ് എല്ലാം ചെയ്യാം. പോസ്റ്റേഴ്സ്, ബാനറും, അങ്ങനെ പല ഡിസൈനിങ്ങും നമുക്കിത് ചെയ്യാം ഒറ്റ ആപ്ലിക്കേഷനിൽ. നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസൈനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് വേണം. നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ, നമ്മുടെ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോഴേ ഈ ഒരു ലേഔട്ടിലാണ് വരുന്നത്. ഡിസൈൻ എനിത്തിങ് എന്നൊക്കെ ആദ്യം എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് പറഞ്ഞ് കുറേ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എന്നും അങ്ങനെ പറഞ്ഞ് കുറേ കാറ്റഗറീസ്. ബർത്ത്ഡേ ഇൻവിറ്റേഷൻസും ബ്രോഷർ, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട് ഇതിൽ. അപ്പം അതെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ്, നമുക്ക് ലോഗോസ് വേണമെങ്കിൽ ഇത് ഡിസൈൻ ചെയ്യാം. വലിയ പ്രൊഫഷണലൊന്നും അല്ലെങ്കിലും നമുക്ക് ലോഗോസ് ഇതിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ യൂട്യൂബ് തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻവ വെച്ച് നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ആനിമേറ്റഡ് ലോഗോസ് ചെയ്യാം, സ്റ്റോറീസ് ചെയ്യാം. സ്റ്റോറി എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും അല്ലാതെ എല്ലാം നമുക്കിതിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് നമുക്ക് ആ കാണുന്ന പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡയമെൻഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം റെസൊല്യൂഷനാണ് കാണിച്ചേക്കുന്നത്. അതിൽ കുറേ കാറ്റഗറി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട കാറ്റഗറീസ് തന്നെയാണ് അവിടെയും കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക. നമുക്കിവിടെ പോസ്റ്റർ എന്ന് പറഞ്ഞുള്ള കാറ്റഗറി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ഡയമെൻഷൻസും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പം ക്യാൻവ നമ്മളൊന്നും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഓട്ടോ സേവ് ആവും. ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അല്ല, പോസ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുണ്ടോ, നമുക്ക് ടെംപ്ലേറ്റ്സ് കുറേ കാണിച്ചിട്ടുണ്ട്. പോസ്റ്ററിൻ്റെ തന്നെ പല കാറ്റഗറിയിലുള്ള ടെംപ്ലേറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കതൊന്നും വേണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാനാണെങ്കിൽ നമുക്കത് ടെംപ്ലേറ്റ് യൂസ് ചെയ്യേണ്ടതെന്നാണെങ്കിൽ അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഫോട്ടോസ് ഉണ്ട്. കുറേ ഫ്രീ ലൈസൻസ്ഡ് ഫോട്ടോസ് ക്യാൻവ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് അനുയോജ്യമായിട്ടുള്ള ഫോട്ടോ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കുറേ ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ എഴുതിയേക്കുന്നത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അത് നമുക്കെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പ്രിവ്യൂവിന് വേണ്ടി കാണിച്ചേക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനാണ്. നമുക്ക് വെറുതെ ബുക്സ് എന്നൊന്ന് എഴുതി കൊടുക്കാം. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ആനിമേഷൻസ് പറഞ്ഞുകൊണ്ട് ഒരു 3-4 ആനിമേഷൻസ് അവർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ലാസ്റ്റ് കാണുന്ന ആനിമേഷനുകളൊക്കെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം യൂസേഴ്സിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ എഫക്ട്സും പ്രീമിയം യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് യൂസ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ഒക്കെ വരുത്താം. അതുപോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫിൽറ്റർ യൂസ് ചെയ്യാതെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും പിന്നെ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഫ്ലിപ്പും വെർട്ടിക്കൽ ഫ്ലിപ്പും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ട്രാൻസ്പെറൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ. അതുപോലെ ലാസ്റ്റ് കാണുന്ന ഒരു ലോക്ക് ചിഹ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വെച്ചാൽ നമ്മൾ പിന്നെ റീസൈസും നമ്മുടെ ബാക്കി ഡിസൈനിങ്ങിൽ അതിൻ്റെ സൈസ് മാറിപ്പോവുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണത്. പിന്നെ ടെക്സ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് ഫോണ്ടുകളൊക്കെ തന്നിട്ടുണ്ട്. കുറേ ഫ്രീ ഫോണ്ടൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മഞ്ഞ ഐക്കൺ കാണിച്ചേക്കുന്നത് പ്രീമിയം ഫീച്ചറാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫോട്ടോ കളേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ചെണ്ണം പ്രിഫറൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഫോട്ടോയിലുള്ള കളേഴ്സൊക്കെ. അതുപോലെ ബാക്കിയുള്ള ടെക്സ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് ഫീച്ചേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പൊസിഷൻ, ടോപ്പ്, മിഡിൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊസിഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിനും താഴെ ഒരു ലോക്ക് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടെക്സ്റ്റ് അവിടെ ലോക്ക് ചെയ്യാനാണ്. നമ്മുടെ ബാക്കി ഡിസൈനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിപ്പോയിരിക്കാനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴത്തെ ഇതുണ്ടോ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുക. ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരു എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം, സ്റ്റിക്കേഴ്സും ആഡ് ചെയ്യാം. നമുക്കിവിടെ എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പം ഇതുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് പെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം അത് പെന്നിൻ്റെ എന്തെങ്കിലും ഒരു എലമെൻറ്റ് നമുക്ക് ആഡ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് ആ പെൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബ്ലാക്കാണ് വന്നേക്കുന്നത്, അതിൻ്റെ കളർ നമുക്ക് വൈറ്റായിട്ട് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കുക. വളരെ സിമ്പിളായിട്ട് ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്. പിന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക, പ്ലസ് കഴിഞ്ഞിട്ട്. അതല്ല അത്ര ഉള്ളെങ്കിൽ ജസ്റ്റ് നമുക്ക് സേവ് ചെയ്യണം. അതിന് ആ ഡൗൺലോഡ് എന്നുള്ള ഐക്കണെ ക്ലിക്ക് ചെയ്യുക, മേളിൽ കാണുന്നത്. അപ്പോൾ പ്രിപ്പയറിങ് യുവർ ഡിസൈൻ എന്ന് കാണിക്കും, യു സേവ്ഡ് യുവർ ഡിസൈൻ എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് അത് സേവ് ആയിട്ടുണ്ടാവും. ടെംപ്ലേറ്റ്സ് ആയിട്ടുകൊണ്ട് നമുക്കത് ജസ്റ്റ് എഡിറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. നമുക്കതും കൂടെ നോക്കാം, എങ്ങനെയാണ് ടെംപ്ലേറ്റ്സിൽ ചേഞ്ചസ് ഒക്കെ വരുത്തുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഇൻവിറ്റേഷനുള്ള ബർത്ത്ഡേ വിഷിൻ്റെ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തു. അതിൽ കാണാം, അത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ സൈഡിലെല്ലാം കൊടുത്തേക്കുന്ന എലമെൻറ്റ്സ്, ഓരോ എലമെൻറ്റ്സും നമുക്ക് ചേഞ്ച് ചെയ്യുകയും അല്ലെങ്കിൽ വേണ്ടെങ്കിൽ കളയുകയും വേറെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിന് സൈഡിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ടെക്സ്റ്റിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഫുൾ കളഞ്ഞ് വേണം എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിന് എഡിറ്റിങ്സ് ഒക്കെ വരുത്തുക, ടെക്സ്റ്റിൻ്റെ ചേഞ്ചസ് ഒക്കെ വരുത്തുക. അതിനുശേഷം ഇവിടെ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. പിന്നെ ഇതുണ്ട്, ഈ എലമെൻറ്റ്സ് എല്ലാം നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യുകയും റീസൈസ് ചെയ്യുകയൊക്കെ ചെയ്യാനാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞും ഇതുപോലെ ഡൗൺലോഡ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇനിയും എന്തൊക്കെ തരം വീഡിയോകളാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.